സഹാബത്തിന്റെ അധീനതയിൽ വന്നു. റോമാ സാമ്രാജ്യത്തിന്റെ രാജാക്കന്മാരെ തകർത്ത് തരിപ്പണമാക്കി ബൈത്തുൽ മുഖദ്ദസ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കയ്യിൽ വന്നപ്പോ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു, സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സഹാബാക്കള് ബൈത്തുൽ മുഖദ്ദസിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ആ ജൂതന്മാരുടെ കയ്യിൽ നിന്ന്, നസ്രാണികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ബൈത്തുൽ മുഖദ്ദസ് ലോകത്തിന് സമർപ്പിക്കാൻ അങ്ങനെ അറേബ്യയിലിരുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ക്ഷണിക്കുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്രയാവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ, ചെറിയ ഒട്ടകത്തിന്റെ പുറത്തൊരു കുത്തിനെയും കൊണ്ട് 60 പ്രാവശ്യത്തോളം പല ഭാഗങ്ങളിലായി കീറിപ്പോയിട്ട് തുന്നിച്ചേർത്ത് വെച്ചൊരു കുപ്പായവുമിട്ട് രാജ്യത്തിന്റെ ഖലീഫയായ ഉമറിന്റെ കുപ്പായമേടാ 60 സ്ഥലങ്ങളിൽ കീറിപ്പോയിട്ട് തുന്നിച്ചേർത്ത് വെച്ച ഒരു പഴയ കുപ്പായമിട്ട് തന്റെ ബുത്തിനെയും കൊണ്ട് യാത്രയാവുകയാ. കുറെ നേരം നടന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആല ബുത്തിനോട് പറഞ്ഞു, വൃത്തിയ എനിക്ക് അല്ലാഹുവിനെ പേടിയാ. ഇത്രയും നാൾ ഒട്ടകപ്പുറത്ത് ഞാനിരുന്നപ്പോ നീ കടിഞ്ഞാൻ പിടിച്ചു നടന്നല്ലോ, നീ ഒട്ടകപ്പുറത്ത് കയറുക, ഞാൻ നിന്റെ കടിഞ്ഞാൻ പിടിച്ചു നടക്കാം. അടിമ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അമീറുൽ മുഅ്മിനീൻ നടക്കുമ്പോ ഞാൻ ഒട്ടകപ്പുറത്ത് കയറാനോ? ഇതാണ് ഇസ്ലാം കടന്നു വന്ന സംസ്കാരത്തിന്റെ രാജപാത എന്ന് ലോകചരിത്രത്തോട് വിളിച്ചു പറയാ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനും അടിമയാണ്, നീയും അടിമയാണ്. അതുകൊണ്ട് അടിമയെ ഒട്ടകപ്പുറത്ത് കയറുക. അടിമ ഒട്ടകപ്പുറത്ത് കയറി ഉമർ റളിയല്ലാഹു തആല കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് താഴെ നടക്കുകയാ. മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, ഈജിപ്തിലെ റോമാ സാമ്രാജ്യത്തിന്റെ അധിപന്മാര് മുഴുവനും രാജചിഹ്നങ്ങളും രാജ അധികാരങ്ങളുമുള്ള പല മിന്നുന്ന കുപ്പായമിട്ടിട്ട് അറേബ്യയുടെ ഖലീഫ ഉമറിനെ അതേവർ കേട്ടുപരിചയിച്ചിട്ടുള്ള ആകാംക്ഷയോടെ കാത്തുനിന്ന ഉമറിനെ സ്വീകരിക്കാൻ ആളുകളെ കാത്തു നിൽക്കുമ്പോ വിവരം കിട്ടി 60 പ്രാവശ്യം കീറിപ്പോയ കുപ്പായമിട്ടിട്ട് ഉമർ ഇറങ്ങാൻ പോവുകയാ. സയ്യിദ് റളിയല്ലാഹു തആല ഓടിച്ചെന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലിയേ, അലിയുൽ മുർത്തള, ഒരു വിവരം നിങ്ങളോട് പറയാനുണ്ട്. ഇസ്ലാമിന്റെ ഖലീഫയെ പ്രതീക്ഷയോടെ റോമക്കാരെ കാത്തു നിൽക്കുമ്പോ റോമയുടെ അധികാരികൾ വടിയും ചിഹ്നവും വലുപാടും ഒക്കെ വെച്ചു അവര് രാജചിഹ്നത്തോടുകൂടി ഉത്സാഹത്തോട്